ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ട്രിപ്പിൾ മിറാക്കിൾ ഏഞ്ചൽ ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായിരിക്കുക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത്, എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടുപോയത് എന്ന് നമുക്ക് നോക്കിയാലോ. Hierophant, Queen of Swords, Ten of Pentacles, Six of Pentacles, King of Swords, Knight of Cups, the Moon, Four of Swords, Eight of Swords, Seven of Cups, King of Cups, Three of Swords, World Bottom. ഫസ്റ്റ് കാർഡ് ഹൈറോഫന്റ് ആണ്. അപ്പം ഒരു പാരമ്പര്യമായിട്ട് എല്ലാം കീപ്പ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ് ഹൈറോഫന്റ് എന്ന് പറഞ്ഞാൽ. ഒരു പവിത്രമായ ഒരു ബന്ധമായിട്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ബന്ധത്തെ കാണുന്നത്. എന്തായാലും ഇത് വിവാഹത്തിലേക്ക് തന്നെ എത്തുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇതാണ് ഹൈറോഫന്റ്. ആ വ്യക്തി ഒരു അറിവെല്ലാം പകർന്നു കൊടുക്കാൻ ഒന്നുകിൽ ടീച്ചറാവാം, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. നല്ലൊരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ തമ്മിലൊരു നല്ലൊരു ആത്മബന്ധം, സോൾ ടു സോൾ ബന്ധം ഉണ്ട്. ഹൈറോഫന്റ് എന്ന് പറഞ്ഞാൽ അത്രയും സോൾ ടു സോൾ ബന്ധമാണ്. ഒരു മേജർ ആർക്കാന കാർഡാണ്. ഈ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പഴക്കം ചെന്ന ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഈ ബന്ധത്തിൽ നല്ല ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. ഇതുവരെയുള്ള ഒരു കാർമിക് സിറ്റുവേഷൻ എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി എല്ലാം ഒരു കുടുംബത്തിലുള്ള എല്ലാ ഇതും അനുസരിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. അതെല്ലാം തുടർന്ന് കൊണ്ടുപോകണം. അതെല്ലാം എന്ത് പാരമ്പര്യമായിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ മുന്നോട്ട് അതും കീപ്പ് ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. നെക്സ്റ്റ് കാർഡ് ക്യൂൺ ഓഫ് സോർഡ് ആണ്. ഒരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പം തേർഡ് പാർട്ടിയുടെ കാർഡ് കൂടിയാണ്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു എന്തു കാര്യവും സത്യസന്ധമായിട്ട് എല്ലാം അതിൻ്റെ സത്യസന്ധമായിട്ട് ചെയ്യണം എന്ന് ആ വ്യക്തിക്ക് നിർബന്ധമുള്ളൊരു വ്യക്തിയാണ്. അതെല്ലാം ഒരു എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊരു വ്യക്തത വേണം ആ വ്യക്തിക്ക്. അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ അങ്ങോട്ടേക്ക് അതനുസരിക്കൂല വ്യക്തി. നിങ്ങളെക്കുറിച്ച് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടാലും ആ വ്യക്തി അതൊന്നും ചെവിയിലെടുക്കൂല. ഇതിലേ കേട്ട് അങ്ങ് വിടും. അങ്ങനെ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയെല്ലാം പല കളിയും കളിക്കുന്നുണ്ട്. അപ്പം നമ്മളെ ടോപ്പിക്ക് തന്നെ എന്താ, ആ വ്യക്തി എന്തിനാണ്
എന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടുപോയത് എന്നാണ്. ആ വ്യക്തി നിങ്ങളോടുള്ള ഒരുപാട് ഇഷ്ടമാണ് ആ വ്യക്തിക്ക്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയത്. തേർഡ് പാർട്ടിയെല്ലാം നിങ്ങളെ പിരിക്കാൻ വേണ്ടി പലതും നിങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ അതുകൊണ്ട് ഇഷ്ടം കൂടിയത് കൊണ്ടാണ് പോയത് എന്നാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി വിട്ടുപോകാതെ നിങ്ങളെ കൂടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളെ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ആ വ്യക്തി വല്ലാതെ ഭയക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സുരക്ഷിതമായിരിക്കണം ആ വ്യക്തിക്ക്. അതാണ്, അതിനുവേണ്ടിയാണ് ആ വ്യക്തി പോയിട്ടുള്ളത്. തേർഡ് പാർട്ടി ഇവിടെ കുറേ പേരുണ്ട്. തേർഡ് പാർട്ടി ഒന്നും രണ്ടും തേർഡ് പാർട്ടിയല്ല. അവരെല്ലാം നിങ്ങളാ ബ്ലാക്ക് മാജിക്കോ എന്തും ചെയ്യാം, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ട് പോയിട്ടുള്ളത് കേട്ടോ. നിങ്ങളോട് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളെ വല്ലതും ചെയ്യുമോ എന്നൊക്കെ ആ വ്യക്തി ഭയക്കുന്നുണ്ട്. അപ്പം വിട്ടുപോകുമ്പം നിങ്ങൾക്ക് ആ വ്യക്തിയോട് ദേഷ്യമായിരിക്കും. പക്ഷേ ആ വ്യക്തി നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളെ വിട്ടുപോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ തേർഡ് പാർട്ടികളെല്ലാം കുറച്ച് അവരുടെ മൈൻഡെല്ലാം അങ്ങോട്ട് മാറുമല്ലോ. അപ്പം അതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെന്റിക്കിളാണ്. ഒരു സ്റ്റെബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് എല്ലാം ഇതുവരെ ഒരു നല്ലൊരു ജോലിയൊന്നും ഇല്ലെങ്കിലും ഒരു നല്ല ജോലിയെല്ലാം ആ വ്യക്തിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതുവരെ ആഗ്രഹിച്ച ഒരു സ്റ്റേബിൾ ആകാൻ തരത്തിലുള്ള ഒരു ജോലി, ഇതുവരെ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ആ ജോലി ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്നു. അപ്പോൾ ആ വ്യക്തിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അതോടെ മാറാൻ പോകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു രാജകീയമായ ഒരു ജീവിതം തന്നെ ആയിരിക്കും. 10 ഓഫ് പെന്റിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ എപ്പോഴും സന്തോഷമായിട്ട് കൊണ്ടുപോകണം. നമ്മൾ അകന്ന് നിന്നാലും നിനക്കൊന്നും പറ്റരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഞാൻ വിട്ടുപോയാലും നീ അവിടെ സേഫായിട്ട് ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം, നിനക്കൊന്നും പറ്റരുത് എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം ആ വ്യക്തിയുടെ ചിന്ത നിങ്ങളോടുള്ള സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. അവരുടെ കൂടെ തന്നെ നിങ്ങൾ എന്നും വേണം തന്നെയാണ് ആ വ്യക്തിക്കും ആഗ്രഹം. പക്ഷെ വിട്ടുപോയതിൻ്റെ ഇത് നിങ്ങളെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പോയിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് പെന്റിക്കിൾ ആണ്. അതും തേർഡ് പാർട്ടിയുടെ കാർഡ് തന്നെയാണ് കേട്ടോ. തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഒരു തേർഡ് പാർട്ടി അല്ല, കുറേ തേർഡ് പാർട്ടികളുണ്ട്. അപ്പം ആ വ്യക്തിക്ക് നിങ്ങളെ എങ്ങനെയും സംരക്ഷിച്ചേ പറ്റും. തേർഡ് പാർട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. എന്നെല്ലാം ആ വ്യക്തി ഇവിടെ മൂൺ കാർഡ്, ആ വ്യക്തി വളരെ ഭയക്കുന്നത് നിങ്ങളെ എന്തെങ്കിലും ചെയ്യോ അങ്ങനെയൊക്കെ ഭയന്നിട്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയപ്പോൾ ആ തേർഡ് പാർട്ടികളെല്ലാം കുറച്ചവിടെ പ്രശ്നമാക്കാതെ നിൽക്കുന്നുണ്ട്. ഒരു ന്യായവും നിങ്ങളോട് ചെയ്തിട്ടില്ല എന്നൊക്കെ ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. അപ്പം മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമില്ല, എനിക്കൊരു താല്പര്യം ഇല്ല എന്നുള്ള തരത്തിലാണ് ആ വ്യക്തി വിട്ടുപോയിരിക്കുന്നത്. എല്ലാം ഒരു ബാലൻസിങ്ങിൽ പോകണം എന്നെല്ലാം ആ വ്യക്തി ഹൈറോഫന്റിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. 10 ഓഫ് കപ്പിലും എല്ലാം ആ വ്യക്തി എല്ലാം ബാലൻസ്ഡായിട്ട് പോകണം. ഇതെല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയെല്ലാം ഒരു വഴിക്ക് ആയതിനു ശേഷം വരാൻ വേണ്ടിയാണ്. ഒരുപാട് സ്നേഹം തരണം എന്നെല്ലാം ആ വ്യക്തി മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. മാനസികമായിട്ട് ബാലൻസ് ആയിട്ട് പോകണം, ഒരു ഈക്വലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ആ വ്യക്തിക്ക് ഭയങ്കര മനസ്സിൽ വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരുന്നതിൽ. പക്ഷെ ആ വ്യക്തി ബുദ്ധിപൂർവ്വം ചെയ്തതാണ്, ബുദ്ധിപൂർവ്വമാണ് നിങ്ങളെ വിട്ടു പോയിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് സോഡാണ്. ഒരു പവർഫുള്ളായിട്ട് വരണം, പവർഫുള്ളായിട്ട് നിങ്ങളിലേക്ക് വരണം. ഇതിനെല്ലാം ആ വ്യക്തി അത്രയും സത്യസന്ധമായിട്ടാണ് നിങ്ങളോട് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണ് വിട്ടുപോയത്? ഇപ്പം നിങ്ങൾ
നിങ്ങളിനി വിട്ടുപോവോ? ഒരു മെൻ്റൽ ക്ലാരിറ്റി ആ വ്യക്തിക്ക് കിട്ടുന്നില്ല, ഈഗോ ഉണ്ട്. അപ്പം പ്രാക്ടിക്കലായിട്ട് സത്യസന്ധനായ ഒരു വ്യക്തിയാണ് ആ വ്യക്തി ഒരു പ്രാക്ടിക്കലായിട്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ബന്ധം വീണ്ടും അത്രയും ശക്തമായിട്ട് വേണം ആ വ്യക്തിക്ക്. നിങ്ങളെ ഒരിക്കലും പിരിഞ്ഞു പോവില്ല, നിങ്ങളെ പിരിഞ്ഞു പോകാൻ ആ വ്യക്തിക്ക് പറ്റില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറിക്കിട്ടണം. പിന്നോട്ട് പോകാനും പറ്റുന്നില്ല, മുന്നോട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ചലഞ്ചായ ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിരിക്കുന്നത്. തേർഡ് പാർട്ടി കാണുമ്പോൾ നിങ്ങളെ വിട്ടുപോയി, ഇനി ഒരു ബന്ധമില്ല എന്ന് തോന്നിക്കണം. അതാണ് സംഭവം. പക്ഷെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹമാണ്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാണ്ട് ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. നൈറ്റ് ഓഫ് കപ്പ് അത്രയും വാത്സല്യത്തോടുള്ള ഒരു കുഞ്ഞിനോടുള്ള പോലത്തെ ഒരു സ്നേഹമാണ് നിങ്ങളോട്. അത്രയും സെൻസിറ്റീവാണ് ആ വ്യക്തി. ഒരു സോഫ്റ്റ് ഒരു മനസ്സിൻ്റെ ഉടമയാണ്. അത്രയും നല്ലൊരു കളങ്കമില്ലാത്തൊരു സ്നേഹമാണ് ആ വ്യക്തിക്ക്. അത്രയും ആ വ്യക്തി ഒരു നല്ല ഉദ്ദേശം വിചാരിച്ചിട്ടാണ് നിങ്ങളെ വിട്ടു പോയിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ വിട്ടുപോയപ്പോഴും പിന്നെ ആ വ്യക്തിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ഇനി നിങ്ങൾ സ്വീകരിക്കൂലേ, ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവൂലേ എന്നൊക്കെയുള്ള വിഷമമുണ്ട് ആ വ്യക്തിക്ക്. നിങ്ങളെ തന്നെയാണ് വെയിറ്റ് ചെയ്ത ആ വ്യക്തി. നിങ്ങൾ രണ്ടുപേരും ഉള്ള ആ ഒരു നല്ല നിമിഷത്തിന് വേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ വിട്ടുപോയി ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയെങ്കിലും ആ വ്യക്തിക്ക് നല്ല വിഷമമുണ്ട്. എല്ലാം ഒന്ന് തുറന്നു പറയാനാണ് ആ വ്യക്തി നൈറ്റ് ഓഫ് കപ്പിൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത്. നിങ്ങൾ എന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഒന്നും അറിയില്ലല്ലോ. അപ്പം അതെല്ലാം കൂടെ വ്യക്തി മാനസികമായിട്ട് വളരെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവോ? നെക്സ്റ്റ് കാർഡ് മൂൺ കാർഡ്. ഞാൻ വഞ്ചനയാണോ ചെയ്തു പോയത്? ഭയക്കുന്നുണ്ട് ആ വ്യക്തി. നന്നായിട്ട് ആശയക്കുഴപ്പം, തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ എടുത്തുചാട്ടം കൊണ്ട് അങ്ങനെ ചെയ്തു, നിങ്ങളെ വിട്ടുപോയി. തേർഡ് പാർട്ടീൻ്റെ ശ്രദ്ധ മാറാൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നല്ലത് കേട്ടോ. തേർഡ് പാർട്ടീൻ്റെ ശ്രദ്ധയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ വിട്ടുപോയിരിക്കുന്നത് ഇവിടെ. അപ്പം മൂൺ കാർഡിൽ ആ വ്യക്തി വളരെ വളരെ ടെൻഷൻ്റാണ്. അവരുടെ മറ്റുള്ളവരുടെ ജലസും നെഗറ്റീവ് പ്രേയേഴ്സും എല്ലാം ഉണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ബന്ധത്തിൽ. ഒരുപാട് നെഗറ്റീവ് പ്രേയേഴ്സ് ഉണ്ട്, ജലസ് ഭയങ്കര. നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് കാണുന്നത് വരെ അവർക്ക് ഇഷ്ടമല്ല. ഇതെങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് തെറ്റി കണ്ടാൽ മതി. അത് കാണുമ്പോൾ മറ്റൊരു തേർഡ് പാർട്ടികളെല്ലാം പിന്നെ ഒരു രക്തദാഹികളെ പോലത്തെ തേർഡ് പാർട്ടികളാണ്. അപ്പം രക്തം കുടിച്ച സന്തോഷത്തിലാണ് നിങ്ങളെ വിട്ടുപോയി എന്ന് കാണുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ വിട്ടിട്ട് ആ വ്യക്തി പോയിരിക്കുന്നത്. അപ്പോൾ ഈ മുൻകാർഡിൽ ആ വ്യക്തി അത്ര ഭയക്കുന്ന, ആ വ്യക്തിക്ക് പേടിയാവുന്നുണ്ട്. നിങ്ങളിനി ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിനെ വിശ്വസിക്കോ? നിങ്ങളിനി സ്വീകരിക്കൂലേ? അതൊക്കെയാണ് ആ വ്യക്തി ഈ മുൻകാർഡിൽ ഭയക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്നൊന്നും ആ വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. ഒരുപാട് സങ്കടമുണ്ട് ആ വ്യക്തിക്ക് മനസ്സിൽ. അതൊക്കെ ഈ തേർഡ് പാർട്ടീനെ എല്ലാം അതിജീവിച്ചിട്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും തടസ്സങ്ങളും വരുന്നത്. അപ്പം അമിതമായ ഒരു അത്രയും അധികം ഉത്കണ്ഠയിലാണ് ആ വ്യക്തി ഈ മുൻകാർഡിൽ ഉള്ളത്. ഓരോ പ്രശ്നങ്ങളും അതിജീവിച്ചിട്ട് മുന്നോട്ട് വരുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. ഇത്രയും പ്രശ്നങ്ങളുണ്ട്, നിങ്ങളെ വിട്ടുപോയ വിഷമം എത്രയുണ്ടാവും അതും. അപ്പം ആ വിഷമവും എല്ലാം കൂടെ ഇതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് വരുന്നത്. അപ്പം നിങ്ങളുടെ വെറുപ്പും, നിങ്ങൾ നന്നായിട്ട് ആ വ്യക്തിനെ ഇപ്പം എന്തായാലും വിട്ടുപോകുമ്പോൾ വെറുക്കുമല്ലോ. അപ്പം അതും. അപ്പം നെക്സ്റ്റ് കാർഡ് 4 ഓഫ് സോഡാണ്. 4 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വിശ്രമം പോലെ ഉള്ളിൽ തന്നെ എല്ലാവരിൽ നിന്നും വലിഞ്ഞ് നിൽക്കുകയാണ്. ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. എല്ലാവരും ആ വ്യക്തിനെ തേർഡ് പാർട്ടീൻ്റെ അടുക്കൊന്നും ഒറ്റപ്പെടല. തേർഡ് പാർട്ടിയും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ആ വ്യക്തി ഒറ്റപ്പെടുന്നു, നിങ്ങളും ഇല്ല. അപ്പം എല്ലാറ്റിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് വ്യക്തി. ആക്ഷൻ എടുക്കാനാണെങ്കിൽ പറ്റാത്തൊരവസ്ഥ. എന്തെന്നാൽ ആക്ഷൻ എടുക്കാനും പറ്റുന്നില്ല.
അപ്പം അങ്ങനത്തെ ഒരു ആലോചനയിലാണ് സംഘർഷം. മുൻകാട് കഴിഞ്ഞിട്ട് ഫോറസോട് രണ്ടും പ്രശ്നം ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എല്ലാത്തിൽ നിന്നും ഇവർ അകന്ന് നിൽക്കുകയാണ്. എല്ലാത്തിനും ഏതിനോട് പോയിട്ട് സംസാരിച്ചാലും പ്രശ്നങ്ങളാണ് വരുന്നത്. എന്തൊന്ന് നല്ലത് പറയാൻ പോയാലും പ്രശ്നങ്ങളാണ് വരുന്നത്. ചീത്ത പറയാൻ പോയാലും പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പോൾ ഒന്നും പറയാണ്ട് നിൽക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് നമുക്ക് ചില സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. എന്ത് പറയാൻ പോയാലും നമ്മൾ പ്രശ്നത്തിൽ പെടും. അത് നമ്മളെ ടൈമിൻ്റെ പ്രശ്നമാണ്. ആ ടൈം ഒന്നങ്ങ് മാറുന്നത് വരെ ഉൾവലിഞ്ഞ് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും ബുദ്ധി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പം പെട്ടിരിക്കുന്നത്. നിങ്ങളെ വിട്ടുപോയ വിഷമം, എല്ലാ വിഷമവും പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. അപ്പം അതുകൊണ്ട് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? ഉൾവലിഞ്ഞ് നിൽക്കുന്നത്. മുൻകാർഡിൽ ടെൻഷനോട് ടെൻഷൻ, പേടി, ഭയം, ഉത്കണ്ഠ എല്ലാം. ഫോറസോഡിൽ അത്രയും ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് സോഡാണ്. 8 ഓഫ് സോഡ് അതും അങ്ങനെ തന്നെ നമ്മുടെ ലോകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. എല്ലാം ഉൾവലി സ്വന്തം ലോകത്തിൽ ഒതുങ്ങി നിൽക്കുക തന്നെയാണ് 8 ഓഫ് സോഡിലും ചെയ്യുന്നത്. നിയന്ത്രണം, സ്വന്തം മറ്റേ ആരുടെയോ നിയന്ത്രണത്തിലായ പോലെ ഒരു തടവുപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ. സ്റ്റക്കായിട്ട് ഭയം. നിങ്ങളെ എല്ലാ പ്രശ്നത്തിൻ്റെ നടുക്കും നിങ്ങളെ ഇങ്ങനെ ഓർക്കുവാണ്. നിങ്ങളിലേക്ക് ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു അവസരം യൂണിവേഴ്സ് തരും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് ആ വ്യക്തിക്ക് കേട്ടോ. ഇതെല്ലാം സമയം മാറുമ്പോൾ ഇതെല്ലാം ശരിയാകും, എന്നിട്ട് വരാം. നിങ്ങളെന്തായാലും സേഫ് ആക്കണം. അതാണ് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ചെയ്യുന്നത്. എന്താ? നിങ്ങളെ സേഫ് ആക്കുക ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും അകന്ന് നിന്നാലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരരുതെന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം. ആ വ്യക്തി ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നല്ല അവസരം വരുമ്പോൾ നമുക്ക് ഒന്നാവുകയും ചെയ്യാം എന്നൊക്കെയാണ്. നല്ല ബുദ്ധിയുള്ളൊരു വ്യക്തിയാണ്. അപ്പം സ്വയം കണ്ണുകൾ തന്നെ മൂടിക്കെട്ടി ഇരിക്കുന്നത് പോലെ നിൽക്കുക. കണ്ണയച്ചിട്ട് ആ വ്യക്തിക്ക് വരാം. പക്ഷെ ആ വ്യക്തി ഇപ്പം അങ്ങനെ നിൽക്കുന്നതാണ് ആ ബുദ്ധി. അത്രയും തേർഡ് പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. തേർഡ് പാർട്ടികളുടെ ഒരു എന്താ യോഗം നടക്കുന്നൊരു സമയമാണ്. അപ്പം സ്വന്തം കണ്ണന്നെ അവിടെ മൂടിക്കെട്ടി നിന്നാൽ ആ സമയം ഒന്ന് മാറി കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളോട് ചെയ്തു പോയതും നിങ്ങൾ എന്താണ്, നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹൃദയം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അത്രയും സ്നേഹിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ തേർഡ് പാർട്ടീൻ്റെ പ്രശ്നങ്ങൾ ഓർക്കുമ്പോൾ ആ ചിന്തകളോട് പിന്നോട്ട് വലിക്കുകയാണ്. അത്രയും പേടിയാവുന്നു. തേർഡ് പാർട്ടീനെ ഭയക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി പറയുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ താക്കോൽ തന്നെ നിൻ്റെ കയ്യിലാണ്. ഞാൻ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിൻ്റെ കയ്യിൽ തന്നെ ഉള്ളതെന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. എല്ലാ മുൻകാർഡിൽ ഭയം, ഫോറോസോഡിൽ സ്വന്തം ലോകത്തിൽ, എജോസോഡിലും സ്വന്തം ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്നത് അവസ്ഥ. അതാണ് എല്ലാ 3 കാർഡിലും സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ചെയ്യാൻ ഒരുപാടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണും കൈയും ഞാൻ കെട്ടിയിട്ടിട്ടാണ്, എനിക്കൊന്നും കയ്യില്ല എന്ന് പറഞ്ഞിട്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞിട്ട് അവിടെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. 3 കാർഡിലും അങ്ങനെ തന്നെ കാണുന്നത്. അപ്പോൾ എന്നാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. കുറച്ച് ഒന്നിനും ഇറങ്ങാണ്ട് നിന്നാൽ പ്രശ്നമില്ലാണ്ട് എല്ലാം സോൾവ് ആകുന്നവരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്നതാണ് ആ വ്യക്തി. 7 ഓഫ് കപ്പ് നെക്സ്റ്റ്. അപ്പം ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഒരുപാട് ചോയ്സുകൾ വരുന്നുണ്ട്. കരിയറിലായാലും എല്ലാം വരുന്നുണ്ട്. അപ്പം ഒരുപാട് പേരുടെ കാര്യം ആ വ്യക്തിയുടെ തലയിലാണ്. അപ്പം എല്ലാം ശ്രദ്ധിച്ചിട്ട് ആ വ്യക്തി ഇതിനെല്ലാം കൈകാര്യം ചെയ്യുകയാണ് ബുദ്ധിപൂർവ്വം. എന്താ നമുക്കൊരു പ്രശ്നം വരുമ്പം അത് പേടിച്ചോടാതെ കണ്ട് ബുദ്ധിപൂർവ്വം നിങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തി ആ വ്യക്തി വിട്ടുപോയതുപോലെ ആക്കി. മറ്റുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെല്ലാം ഏറ്റെടുക്കേണ്ടതുണ്ട്, അതും ചെയ്യണമല്ലോ. അതും ലൈഫിൻ്റെ ഭാഗമല്ലേ, അതും ചെയ്യുന്നുണ്ട് ആ വ്യക്തി. അങ്ങനെ ഉള്ളൊരു വ്യക്തി, ഒരു സത്യസന്ധനായ ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കണം, അതുണ്ട്.
തേർഡ് പാർട്ടി അവിടെ ഉണ്ട് എന്നല്ലാണ്ട് നിങ്ങളെ അവർക്ക് വേണം. തേർഡ് പാർട്ടീനെ അവിടെ ഉണ്ട്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അതും എടുക്കണം. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. ആ വ്യക്തിയുടെ ചുമലിൽ അതൊക്കെ ഉണ്ട്. അപ്പം അതിനെയും സോൾവ് ആക്കണം. എല്ലാം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ആ വ്യക്തി. നിങ്ങളെ വിട്ടുപോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ആ വ്യക്തി വിട്ടുപോയെന്ന് തന്നെ പറയണ്ട. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് സോഡാണ്. അതും തേർഡ് പാർട്ടി കാർഡ് തന്നെ. തേർഡ് പാർട്ടി ഉണ്ട്. അപ്പം ഹൃദയം തകർന്നൊരവസ്ഥയിലാണ്, വേദന അനുഭവിക്കുകയാണ്. 3 സോഡ് കുത്തി ഇറക്കിയ വേദനയിലാണ് ആ വ്യക്തി അവിടെ കഴിയുന്നത്. ഒരിക്കലും നിങ്ങളെ വേർപിരിയാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ്. ഒരു മാനസിക ബുദ്ധിമുട്ട് അത്രയും അനുഭവിക്കുന്നത്. ഒന്നിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതാണ് ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. നിങ്ങൾ അവിടെ എന്താണ് ചിന്തിക്കുന്നത് അത്. അപ്പം ഒരു കാർമിക സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നതെന്ന് തന്നെ പറയാം. അതാണ് അവസ്ഥ. അവരുടെ ഏറ്റവും വിഷമത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കാണിച്ച ഈ തെറ്റ്, നിങ്ങളെ വിട്ടുപോയത്. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് വിട്ടുപോയിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. അതാണ് തേർഡ് പാർട്ടീൻ്റെ കണ്ണു മൂടാൻ വേണ്ടിയിട്ട് പോയതാണ്. തേർഡ് പാർട്ടീനെ ഒന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട്. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഓർമ്മകളാണ് ഇത്രയും വളരെ വേദനിക്കുന്നത്. 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ ഹൃദയം തകർന്ന വേദനയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഒരു തരത്തിലും ഒരു സ്വസ്ഥതയും കിട്ടാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. ആരോട് പറഞ്ഞാലും ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാ കാർഡ്സിലും ടെൻഷനും ഹൃദയവേദനയും എല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിനെയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പം നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ആ വ്യക്തി പറയുന്നത്, നമ്മൾ ഒന്നാവണമെങ്കിൽ നീയും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഇതേപോലത്തെ ഐഡിയ നീയും പ്രയോഗിക്കണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. നമ്മൾ ഒന്നായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ ഈ എടുക്കുന്ന ഐഡിയ പോലെ നീയും വിചാരിക്കണം. ഈ ഒരു വ്യക്തി ഒരു ഭാഗത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ അത് രണ്ടുപേർക്കും മനസ്സിലായിട്ട് ഒത്തിട്ട് ചെയ്യണം എന്നാണ് ആ വ്യക്തി പറയുന്നത്. തേർഡ് പാർട്ടി നിങ്ങളെപ്പറ്റി പലതും ആ വ്യക്തിയോട് പറയുന്നുണ്ട്. നിങ്ങളെ ദ്രോഹിക്കുമോ എന്ന ഭയം, അതാണ് ആ വ്യക്തി ഭയക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ, ഇങ്ങനെ പലതും നിങ്ങളെപ്പറ്റി പറയുന്നതും അതൊക്കെ കൊണ്ട് തന്നെ ആ വ്യക്തി ഭയക്കുന്നു. ഇവിടെ ഇല്ല, ഈ 3 കാർഡിലും ഭയമാണ്. തേർഡ് പാർട്ടി കാണാതെയാണ് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാം ചെയ്യേണ്ടതെല്ലാം ആ വ്യക്തി ചെയ്യുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയുണ്ട് ആ വ്യക്തിക്ക്. എന്തും ചെയ്യാൻ മടിക്കാത്ത തേർഡ് പാർട്ടിയാണ്. ആ വ്യക്തിക്കാണെങ്കിൽ ഉറക്കമില്ല. 3 സോഡ് കുത്തിയിറക്കിയ വേദന. അപ്പം എല്ലാം ശരിയായി വരുമ്പോൾ നമ്മൾ ഒന്നാവുക തന്നെ ചെയ്യും എന്നാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ക്ഷമയോടെ കാത്തിരിക്കാനാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. അതിനു വേണ്ടിയുള്ള പല ഐഡിയാസും ആ വ്യക്തി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളിപ്പം ദേഷ്യമായിട്ട് മാറി നിൽക്കുകയാണ്. ആ വ്യക്തിക്ക് ഓർക്കുമ്പോൾ 3 ഓഫ് സോഡിൽ കൂടുതൽ സങ്കടമാണ്. എടുത്ത് ചാട്ടം കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും ചിന്തിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിനെ മൈൻഡേ ചെയ്യുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു വേദനിക്കുന്ന ഒരു വ്യക്തിനാണ്. നമുക്ക് ഒരിക്കലും അകന്ന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതും ആ വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് മനസ്സിലായി. എത്ര അകലാൻ ശ്രമിച്ചാലും നമ്മൾ ഒന്നാവുക, അതിശക്തമായിട്ട് ഒന്നാവുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ മാറി നിന്നാലും നിങ്ങൾ സേഫായിരിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ബോട്ടം കിട്ടിയിരിക്കുന്നത് വേൾഡ് കാർഡാണ്. അപ്പം ആ വ്യക്തി ഉദ്ദേശിച്ച എല്ലാ നേട്ടങ്ങളും ആ വ്യക്തിയിൽ തന്നെ വന്നു ചേരും എന്നാണ്. ആ വ്യക്തിക്ക്
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി നിങ്ങൾ തന്നെയാണ്. തേർഡ് പാർട്ടീനെയല്ല വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നത്. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് എല്ലാവിധ ഫുൾഫിൽമെൻറ്റും കിട്ടുന്നത് എന്നൊക്കെയാണ് ആ വ്യക്തി ഓർക്കുന്നത്. അത്രയും വലിയ ഇഷ്ടമാണ് നിങ്ങളാണ്. എൻ്റെ ജീവിത അവസാനം വരെ നിന്റെ കൂടെ ഉണ്ടാകും, ഇപ്പം മാറി നിൽക്കുന്നതാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത്. ലോകം തേച്ചും ചുറ്റിക്കറങ്ങാൻ വരെ നിങ്ങളെയും കൊണ്ട് ചുറ്റിക്കറങ്ങണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ക്ലാരിഫിക്കേഷൻ ഫുൾ കാർഡാണ് തീർച്ചയാണ്. അപ്പോൾ ഫുൾ കാർഡിൽ ആ വ്യക്തി ഇപ്പം ഇങ്ങനെ ഹാർട്ട് ബ്രേക്കും എല്ലാം അനുഭവിച്ച് മതിയായിട്ട് ആ വ്യക്തി വിചാരിക്കുന്നത് ഇനി ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഉറക്കമില്ല, 3 ഹവേഴ്സോട് കുത്തിയിറക്കിയ വേദന അനുഭവിക്കുന്നത്. നിങ്ങളാണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം തേർഡ് പാർട്ടീൻ്റെ ഈ ഇതും എല്ലാം കൂടി ഒന്നും നോക്കാണ്ടൊന്നും എടുത്ത് ചാടാനല്ല ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഫുൾ കാർഡിൽ ഇനി എനിക്കൊന്നും നോക്കാനില്ല, ഞാൻ എല്ലാം എടുത്ത് ചാടിയേക്കാന്നല്ല തോന്നുന്നുണ്ട്. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. 6 ഓഫ് കപ്പ്. അത്രയും ഓർമ്മകളിൽ, നിങ്ങളുടെ ഓർമ്മകളിൽ അത്രയും മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. മാറിയിരിക്കുമ്പം അതിൻ്റെ ശക്തി കൂടുകയാണ്. മാറിയിരിക്കുമ്പോഴല്ലേ അതെല്ലാം ഓർത്തെടുക്കുക. അപ്പം ഇതാണ് 6 ഓഫ് കപ്പ് പറയുന്നത്. ഒരു പുതിയ തുടക്കം. ഏസ് ഓഫ് സോഡ്. ഒരു പുതിയ അത്രയും ശക്തമായിട്ടൊരു പുതിയ ഒരു തുടക്കം വേണം നിങ്ങളുമായിട്ട്. ബാലൻസ് ആയിട്ട് പോകണം. എൻ്റെ വ്യക്തിയും മൊത്തത്തിൽ ബാലൻസ് ആയിട്ട് പോകണം. യൂണിവേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട് നിങ്ങൾക്ക്. അപ്പം ഒരു ഉള്ളിലുള്ള ആ ഒരു കഴിവ്, ഒരു ഉള്ളിൽ നിന്ന് തന്നെ ആ വ്യക്തിക്കൊരു ഒരു കഴിവ് യൂണിവേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ബാലൻസ് ആയിട്ട് പോകണം എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. എല്ലാം ക്ഷമയോടെ ബാലൻസായിട്ട് ഈക്വലായിട്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നത്. പേജ് ഓഫ് കപ്പ്. ഇത്രയും സ്നേഹം, ആ വ്യക്തിയുടെ സ്നേഹമാണ് വെച്ച് നീട്ടുന്നത് നിങ്ങൾക്ക്. ഒരു പുതിയ ഒരു പ്രണയമായിട്ട് നിങ്ങൾക്ക് കപ്പ് ഓഫ് ലവ് തരണം ആ വ്യക്തിക്ക്. ആ വ്യക്തി ചിന്തിക്കുന്നതാണ്, ഞാൻ വിട്ടുപോയതല്ല, എൻ്റെ മനസ്സ് ആണ് നിനക്ക്, എൻ്റെ ഹൃദയം നിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. അത്രയും ഹൃദയത്തിൽ സ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ വിട്ട് പോയിരിക്കുന്നത്. അത്രയും ഇഷ്ടമാണ് നിന്നെ. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തി നീയാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ. നമുക്കിന്ന് ഏത് ഭഗവാനാണ് നമുക്ക് ഇന്ന് വരുന്നത് നോക്കാലോ. നമുക്ക് ഓരോ ഡേയും ആയ ഭഗവാന്മാരെ കിട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്ത സന്തോഷമാണ്. എപ്പോഴും കിട്ടില്ല, വരുന്ന ദിവസം ഞാൻ പറയലാണ്. ഇവിടെ കിട്ടിയിരിക്കുന്നത് മഹാദേവനെയും ശ്രീ പാർവതിയും ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ മണ്ടേ വ്രതം എടുക്കുന്നവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇപ്പുറം ചന്ദ്രദേവനാണ് ഉണ്ടായിന്. അപ്പോൾ ഇന്ന് ഇതന്നെ എടുക്കാം അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിട്ടാകുമ്പോൾ ഇപ്പം ഫുൾ മൂൺ ഡേ അല്ലാന്ന് ചന്ദ്രദേവനെ കിട്ടിയെങ്കിൽ നമ്മൾ പക്ഷേ ഇതെടുക്കും. അപ്പോൾ ഇന്ന് ഇത് രണ്ടെണ്ണത്തിൽ ഇതല്ലേ ഇന്ന് ഇമ്പോർട്ടൻ്റ് ഇതാണല്ലോ.
ശിവഭഗവാനും ശ്രീ പാർവതി മാതയല്ലേ ഇന്ന് മൺഡേ നമ്മൾ ഭഗവാനെയാണ് ധ്യാനിക്കുക. അപ്പോൾ ഇതെടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇത് രണ്ടിലും എനിക്ക് ഇവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പിന്നെ അടിയിൽ നോക്കും. അടിയിൽ ഈ ഡേൻ്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അങ്ങനെ മൂന്നിലും നോക്കിയിട്ടാണ് ഞാൻ എടുക്കല് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അപ്പോൾ മഹാദേവനെ തന്നെയാണ് ഇന്ന് കിട്ടേണ്ടത് അല്ലേ. മൺഡേ വ്രതം, ഞാനവിടെ മൺഡേ വ്രതം എടുക്കുന്ന ആളാണ്. അപ്പം മൺഡേ വ്രതം ചെറുതിലേ എടുക്കുന്ന ഒരാളാണ്. എല്ലാവരും അങ്ങനെ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ, വളരെ പവർഫുള്ളാണ്. അപ്പം മഹാദേവൻ പറയുന്നത് നിങ്ങൾ ഈക്വലായിട്ട് സ്നേഹം പങ്കുവെക്കൂ എന്നാണ് മഹാദേവൻ പറയുന്നത് ശ്രീ പാർവതി മാതയും കേട്ടോ. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജ് എന്താണെന്ന് നോക്കാമല്ലോ. യു കം ക്ലോസർ ദാൻ എനിവൺ. മറ്റാരേക്കാളും എൻ്റെ ക്ലോസ് നീ മാത്രമാണ്. ഐ ആം അഫ്രേഡ് ടു കോണ്ടാക്ട് യു. എനിക്ക് നിന്നോട് സംസാരിക്കാൻ പേടിയാണെന്ന് വിട്ടുപോയതുകൊണ്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫൈൻഡിങ് ഔട്ട് ദി ട്രൂത്ത് ക്രഷ്ഡ് മീ. സത്യം കണ്ടെത്തിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ ചെയ്യാത്തത് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഒന്നും കൂടി എടുത്തോട്ടെ. യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. സംഗീതത്തിലൂടെ നീ എന്നോട് സംസാരിക്കുന്നു. എൽ എറണാകുളം, പോലീസ് ജർമ്മനി, ജൂലൈ രോഹിണി, പൂരുട്ടാതി ഡ്രൈവർ, പാലക്കാട് എച്ച്, കോട്ടയം ഡിസംബർ, ഭരണി ഏപ്രിൽ, അനിഴം ആർ, ചിത്ര വി, പി അത്തം, ബിസിനസ് ട്രാവൽ, സി വയനാട്, തിരുവോണം കൊല്ലം, ഉത്രട്ടാതി ട്വിൻ ഫ്ലൈം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.